ബാർ കോഴക്കേസിൽ കേരള കോൺഗ്രസ് ചെയർമാനും മുൻ മന്ത്രിയുമായ കെ.എം. മാണിക്കെതിരെ തെളിവില്ലെന്ന് വീണ്ടും വിജിലൻസ്. പൂട്ടിയ ബാറുകൾ തുറക്കാൻ മാണി 1 കോടി രൂപ കോഴ വാങ്ങിയെന്ന ബാറുടമ ബിജു രമേശിന്റെ ആരോപണമാണ് കേസിനാസ്പദം. അതേസമയം കോടതിയിൽ തെളിയിക്കാൻ കഴിയുന്ന ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്നും തെളിവായി ഹാജരാക്കിയിട്ടുള്ള ഫോൺ സംഭാഷണം എഡിറ്റ് ചെയ്തതാണെന്നുമാണ് വിജിലൻസിന്റെ നിലപാട്. ഇക്കാര്യം വ്യക്തമാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. VS അച്യുതാനന്ദനും കെ.എം. മാണിയും സമർപ്പിച്ച വ്യത്യസ്ത ഹർജികളാണ് ഹൈക്കോടതിയിലുള്ളത്. തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി വേണമെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ളതാണ് VSന്റെ ഹർജി. തുടരന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് മാണിയുടെ ആവശ്യം. 3 പ്രാവശ്യം അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസാണെന്നും വീണ്ടും അന്വേഷിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും മാണി വാദിക്കുന്നു. മാണിയുടെ ഹർജിയിൽ VSനെ കോടതി കക്ഷി ചേർത്തിട്ടുണ്ട്. 2 തവണ മാണിയെ കുറ്റവിമുക്തനാക്കി വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് UDF ഭരണകാലത്താണെങ്കിൽ മൂന്നാമത്തേത് ഈ സർക്കാരിന്റെ കാലത്താണ്. മാണിക്കെതിരെ തുടരന്വേഷണത്തിന് അനുമതി നൽകണമെന്ന ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് വിജിലൻസ് നേരത്തെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. മാണിക്കെതിരെ തെളിവില്ലെന്ന 3 വിജിലൻസ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. തുടർ നടപടി സ്വീകരിക്കാൻ ഡിസംബർ 10-നകം സർക്കാരിന്റെ അനുമതി വാങ്ങാൻ കോടതി വിജിലൻസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപ്രവർത്തകർക്കെതിരായ നടപടിക്ക് സർക്കാർ അനുമതി വേണമെന്ന അഴിമതി നിരോധന നിയമത്തിലെ ഭേദഗതി വരുന്നതിന് മുമ്പുള്ള കേസായതിനാൽ മാണിയുടെ കാര്യത്തിൽ അതിന്റെ ആവശ്യമില്ലെന്നാണ് VSന്റെ വാദം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.